പാലക്കാട് തത്തമംഗലത്ത് സ്കൂളിൽ സ്ഥാപിച്ച ക്രിസ്മസ് പുൽക്കൂട് തകർത്തുവെന്ന പരാതി. GBUP സ്കൂളിൽ വെള്ളിയാഴ്ചയാണ് ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി സ്കൂളിൽ പുൽക്കൂട് സ്ഥാപിച്ചത്. ഇന്ന് സ്കൂളിലെത്തിയ അധ്യാപകരാണ് പുൽക്കൂട് തകർത്ത നിലയിൽ കണ്ടെത്തിയത്. ആദ്യം ദൃശ്യങ്ങൾ കാണാം. അഷ്കർ, ഇത് സ്കൂൾ മതിലിന് പുറത്താണോ? ഇതെവിടെയാണ്? ഗേറ്റിന് പുറത്തായിട്ടാണോ പുൽക്കൂട് സ്ഥാപിച്ചിരുന്നത്? എന്താണ് ഇപ്പോൾ സ്കൂൾ അധികൃതർ പറയുന്നത്? സ്മൃതി, ഞാൻ തത്തമംഗലം സ്കൂളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിന് മതിലുണ്ട്. മതിലിൻ്റെ അകത്ത് തന്നെ സ്കൂളിൽ ബിൽഡിങ്ങിനോട് ചേർന്ന അല്ലെങ്കിൽ ഓഫീസ് മുറിയോട് ചേർന്ന തൊട്ട് മുറിയാണ് നമുക്ക് കാണാൻ കഴിയും. ഈ ഗ്രില്ലിൻ്റെ അകത്തായിരുന്നു ഇത്തരത്തിൽ ഈ പുൽക്കൂട് സ്ഥാപിച്ചിരുന്നത്. ഈ പുൽക്കൂട് കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു നമ്മുടെ സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം. വലിയ വിപുലമായ ക്രിസ്മസ് ആഘോഷം തന്നെയായിരുന്നു. കുട്ടികളൊക്കെ തന്നെ പങ്കെടുത്തുള്ള വലിയ പരിപാടിയായിരുന്നു. പക്ഷേ ആ പുൽക്കൂടാണ് പിന്നീട് ഇത്തരത്തിൽ സാമൂഹ്യ വിരുദ്ധർ ഈ രാത്രിയുടെ മറവിൽ വന്ന് നശിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് കഴിഞ്ഞ വെള്ളിയാഴ്ച കഴിഞ്ഞ് ശനിയാഴ്ച സ്കൂൾ ഓഫീസിലേക്ക് അധ്യാപകർ എത്തിയിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ തന്നെ പുൽക്കൂട് യഥാസ്ഥിതിയിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് തിങ്കളാഴ്ച രാവിലെ സ്കൂളിലേക്ക് എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ പുൽക്കൂട് തകർന്ന നിലയിൽ കാണപ്പെട്ടത്. നമുക്ക് ദൃശ്യം കാണാൻ കഴിയും. തകർത്ത പുൽക്കൂടിൽ നിന്നുള്ള ഭാഗങ്ങളൊക്കെ തന്നെ ഇത്തരത്തിൽ പുറത്തേക്ക് വലിച്ചിട്ട നിലയിലാണ്. ഒരു ഓലയുടെ തെങ്ങിൻ്റെ പട്ട ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ അത് അവിടെ നിന്ന് ഇങ്ങോട്ട് തള്ളി മറിച്ചിട്ടത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംഭവത്തിൽ ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. സ്കൂൾ അധികൃതർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. നമ്മുടെ ഹെഡ് മാഷ് എവിടെ ഉണ്ട്? എന്താണ് സംഭവിച്ചത്? ഇത് GBPസിൻ്റെ HM-ആണ്. ഞങ്ങൾ സാധാരണ ഞങ്ങളുടെ സ്കൂളിൽ ഓണം, ബക്രീത്ത്, പൊങ്കൽ, ക്രിസ്മസ് എല്ലാം സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈ വർഷം ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്തു. വെള്ളിയാഴ്ചയാണ് ആഘോഷം ഞങ്ങൾ നടത്തിയത്. പിന്നെ അന്ന് വെള്ളിയാഴ്ച 100 കുട്ടികൾ വന്നില്ല. അവസാന ദിവസമായിട്ട് വന്നില്ല. അപ്പോൾ അവരും കൂടി കണ്ടോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ ഗ്രിൽ റൂമിനകത്ത് വെച്ചിട്ട് പോയത്. ശനിയാഴ്ചയും ഞങ്ങൾ വന്നു. അപ്പോൾ അന്ന് ഒന്നും സംഭവിച്ചില്ല. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് വരുമ്പോഴാണ് എല്ലാം നശിപ്പിച്ച് ഓഫീസിൻ്റെ റൂമിൻ്റെ ഡോറിൻ്റെ അടുത്താണ് എല്ലാം കിടപ്പുണ്ടായിരുന്നത്. പുൽക്കൂടും ക്രിസ്മസ് ട്രീയും അതുപോലുള്ള സാധനങ്ങൾ സമൂഹ വിരോധന്മാരാണ് ചെയ്തിരിക്കുന്നത് തോന്നുന്നു. അതാണ് സംഭവിച്ചിട്ടുള്ളത്. നഷ്ടപ്പെട്ടിട്ടുണ്ട്? ഒന്നും നഷ്ടമായില്ല. ഈ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് നശിപ്പിച്ച നിലയിൽ കണ്ടത്. ഈ പുൽക്കൂടിൻ്റെ അകത്തുണ്ടായിരുന്ന ഈ മാലക അങ്ങനത്തെ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ? അതല്ല, വിഗ്രഹങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ ബീറോൻ്റെ ഉള്ളിൽ സൂക്ഷിച്ച് വെച്ചു. ബാക്കിയുള്ള സെറ്റപ്പ് അങ്ങനെ ഉണ്ടായിരുന്നു. അതാണ് നശിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ഈ ശനിയാഴ്ച വരുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ കാണപ്പെട്ടത്. ശനിയാഴ്ച അതേപോലെ നന്നായിരുന്നു. ഇന്ന് തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് വരുമ്പോഴാണ് ഇങ്ങനെ നശിച്ച നിലയിൽ കണ്ടത്. ഈ സംബന്ധിച്ച് പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്? പരാതി നൽകിയിട്ടുണ്ട്. PTOയും SMCയും കൂടി പരാതി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ചിറ്റൂർ പോലീസാണ് സംഭവം കേസ് അന്വേഷിക്കുന്നത്. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തിയിട്ടുണ്ട്. ഇവിടെ അങ്ങോട്ട് ഈ ഭാഗം സുരക്ഷിതമാക്കി വെച്ചിട്ടുണ്ട് പോലീസ്. എന്തായാലും കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെയാണ് പാലക്കാട് നെല്ലേപ്പള്ളിയിൽ ഇത്തരത്തിലൊരു ഈ ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ടൊരു വിവാദമുണ്ടായിരുന്നു. അതിൻ്റെ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഇവിടെ ഇങ്ങനെ പ്രശ്നം ഉണ്ടായത് എന്നതുകൊണ്ട് തന്നെ വലിയ ജാഗ്രത പോലീസ് പുലർത്തുന്നുണ്ട്. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കും എന്ന് തന്നെയാണ് പോലീസിന്റെ നിലപാട്. ഇത് തകർക്കാനുള്ള കാരണം വ്യക്തമല്ല. എന്തായാലും അഷ്കർ, ഇത് പാലക്കാട് നിന്നും രണ്ടാമത്തെ സംഭവമാണ്. ഇപ്പോൾ നേരത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾ തന്നെ VHP പ്രവർത്തകർ തടയുന്ന രീതിയിലുള്ള സംഭവമായിരുന്നു. അതിൽ VHP പ്രവർത്തകർ അറസ്റ്റിലാവുകയും ചെയ്തു. അത്തരം കാര്യങ്ങൾ തന്നെയാണോ, സമാനമായ സംഭവമാണ് ഇപ്പോൾ ഇവിടെ അധ്യാപകർ സംശയിക്കുന്നത്? അഷ്കർ, ആ പ്രദേശത്ത് അങ്ങനെയുള്ളൊരു ഭീഷണിയും മുന്നറിയിപ്പും ഒക്കെ തന്നിരുന്നു? എന്നുള്ള കാര്യത്തിലൊരു വ്യക്തതയുമില്ല എന്നുള്ളതാണ്. നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചിരുന്നു. പക്ഷേ ഇത് കൃത്യം ദുരുദ്ദേശപരമാണ് എന്നുള്ളത് തന്നെയാണ് നിഗമനം. കാരണം ഈ സ്കൂൾ കോമ്പൗണ്ടിൻ്റെ പുറത്തു നിന്നും ഒരു തെങ്ങിൻ്റെ പട്ട, ആ പട്ടയുടെ കമ്പ് കൊണ്ടുവന്ന് അത് ഉപയോഗിച്ചുകൊണ്ടാണ് കൃത്യമായി മനഃപൂർവ്വം തന്നെ ചെയ്തൊരു പ്രവർത്തനം. മാത്രമല്ല നമുക്കതിൻ്റെ പൂട്ട് കാണാൻ കഴിയും. ഈ ഗ്രില്ലിൻ്റെ പൂട്ട് തകർക്കാനുള്ള ശ്രമവും നടത്തിയിട്ടുണ്ട്. അതിൽ വലിയ ബലപ്രയോഗവും നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഒരു കോല് ഉപയോഗിച്ചുകൊണ്ട് ഈ ഗ്രില്ലിൻ്റെ അകത്ത് സ്ഥാപിച്ചിരുന്ന പുൽക്കൂട് ഇത്തരത്തിൽ ഇങ്ങോട്ട് വലിച്ചെടുത്ത് അത് നശിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അത് കൃത്യമായി ഒരു
മനഃപൂർവ്വം നടത്തിയ കുറ്റകൃത്യം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അതിൻ്റെ പിന്നിൽ ഏതെങ്കിലും സംഘടനകളോ പാർട്ടിക്കാരോ അല്ലെങ്കിൽ പ്രത്യേക താല്പര്യക്കാണോ എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. അത്തരത്തിൽ എന്തായാലും സാമൂഹ്യ വിരുദ്ധരാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ നെല്ലേപ്പള്ളിയിൽ ഇതിലെ സംഭവം എന്ന് പറയുമ്പോൾ കൃത്യമായി അതിലൊരു രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. നെല്ലേപ്പള്ളിയിലെ VHP പ്രവർത്തകരാണ് അതിന് പിന്നിൽ അറസ്റ്റിലാവുകയും കേസിൽ ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയും ചെയ്യുന്നത്. നിലവിൽ ഈ കേസിൽ ആരാണ് പ്രതികൾ എന്നുള്ള കാര്യത്തിൽ കൃത്യമായൊരു വിവരം ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല. CCTV അടക്കമുള്ള കാര്യങ്ങൾ ഇല്ലാത്ത ഒരു സ്കൂൾ കൂടിയാണിത്. ഇതിൻ്റെ സ്കൂളിൻ്റെ ഒരു ഭാഗത്ത് പുതിയ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണ പ്രവർത്തിയൊക്കെ പുരോഗമിച്ച് അവിടെ അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ ഭാഗത്തൊരു CCTV കാര്യങ്ങളോ ഇല്ല. മാത്രമല്ല സ്കൂളിന് ചുറ്റുമതിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ പോലും ഗേറ്റ് ഇല്ലാത്ത ഒരു സ്കൂളാണ്. അതുകൊണ്ട് എന്തായാലും ഈ ചുറ്റുമതിൽ കടന്ന് ഓഫീസിൻ്റെ ഭാഗത്തേക്ക് എത്തിയാൽ മാത്രമേ കൃത്യമായി ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടേക്ക് എത്തിയാൽ മാത്രമേ ഈ ഗ്രില്ലിൻ്റെ അകത്തേക്ക് എത്താൻ ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ ഗ്രില്ലിൻ്റെ പൂട്ട് തകർത്തുകൊണ്ട് അത്തരത്തിൽ ക്രിസ്മസിൻ്റെ ഈ പുൽക്കൂട് തകർക്കുക എന്ന് പറയുമ്പോൾ അത് കൃത്യമായൊരു ദുരുദ്ദേശത്തോടു കൂടിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ചും സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് നിർമ്മിച്ച പുൽക്കൂടായിരുന്നു. അതിനൊപ്പം ക്രിസ്മസ് ട്രീയും ഒരുക്കിയിരുന്നു. അത് രണ്ടുമാണ് ഇപ്പോൾ നശിപ്പിച്ച് ഇത്തരത്തിൽ വലിച്ചിടുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ നമുക്ക് സ്കൂളിലെ PTA വൈസ് പ്രസിഡന്റ് ഇവിടെ ഉണ്ട്. എന്താണ് ഇത്തരത്തിലൊരു ഇതിന് പിന്നിൽ ആരാണ് എന്നാണ് കരുതുന്നത്? ഇതിൻ്റെ പിന്നിൽ വന്നുകൊണ്ട് സാമൂഹിക വിരുദ്ധർ തന്നെ ആയിരിക്കും. ആരാണെന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. പോലീസ് അന്വേഷിച്ച് അതിൻ്റെ പിന്നെ നമുക്കെല്ലാം പറയാൻ പറ്റുള്ളൂ. പിന്നൊരു കാര്യം സാറ് പറഞ്ഞത് ഗേറ്റ് ഈ കെട്ടടം കെട്ടാൻ വേണ്ടി പൊളിച്ചിട്ടതാണ്. ഗേറ്റ് ഇല്ലാത്ത സ്കൂളല്ല. നിലവിൽ ഗേറ്റ് ഇല്ല അല്ല ഇതൊക്കെ നമുക്ക് എതിരെ വരുന്നതാണ്. അതുകൊണ്ട് പറയുന്നതാണ്. അപ്പോൾ ഇതാണ് സംഭവം. ഇതിനെ പോലീസ് കണ്ടുപിടിച്ച് ഇതിനൊരു ന്യായമായ തീരുമാനം എടുത്തു തരണമെന്നാണ് നമ്മുടെ സ്കൂളിൻ്റെയും PTA-യുടെയും SMC-യുടെയും എല്ലാം. എന്തായാലും ഇവിടെ ഒറ്റക്കെട്ടാണ്. ഇവിടെ എല്ലാ പരിപാടിയും ഓണത്തിൻ്റെയും റംസാൻ്റെയും എല്ലാ ഓണത്തിന് സദ്യ ഓർക്കുന്നുണ്ട്, ബക്രീത്തിന് നല്ല ബിരിയാണി വെച്ച് കൊടുക്കുന്നുണ്ട്, ക്രിസ്മസിന് നല്ല കേക്ക്, ഇതൊക്കെ എല്ലാം ചെയ്ത് എല്ലാ മതേതര കൂട്ടായ്മയോടുകൂടി പോകുന്ന സ്കൂളാണിത്. അതിന് തകർക്കാൻ വേണ്ടിയിട്ടോ എന്താണെന്നറിയില്ല. അത് പോലീസ് ശക്തമായ അന്വേഷിച്ച് അതിൻ്റെ റിപ്പോർട്ട് വെളിപ്പെടുത്തണമെന്നാണ്. എന്തായാലും പ്രതികളെ കണ്ടെത്തണം എന്നൊരു ആവശ്യം തന്നെയാണ് ഇപ്പോൾ സ്കൂൾ PTA-യും അധ്യാപകരും ഒരുപോലെ തന്നെ ആവശ്യപ്പെടുന്നൊരു കാര്യം. പ്രത്യേകിച്ച് ഇത്തരത്തിൽ നെല്ലേപ്പള്ളിയിലടക്കം വിവാദമായൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു സംഭവം പാലക്കാട് തന്നെ ആവർത്തിക്കപ്പെടുന്നത് എന്നതാണ് ഏറ്റവും വലിയ ഇതൊരു വലിയ ജനശ്രദ്ധ പിടിച്ചുപറ്റാനും കാരണമായിരിക്കുന്നത്. സംഭവത്തിൽ ഇപ്പോൾ സ്കൂൾ അധികൃതർ പോലീസിന് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഗ്രില്ലിൻ്റെ അകത്ത് സ്കൂളിൻ്റെ ഓഫീസ് മുറി നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഓഫീസ് മുറിയോട് ചേർന്ന് തന്നെയാണ് ഈ പുൽക്കോടും അതുപോലെ തന്നെ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമായുള്ള ഒരുക്കങ്ങളും ഒക്കെ തന്നെ നടത്തിയിരുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച സ്കൂളിൻ്റെ അവസാന പ്രവൃത്തി ദിവസമായതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികൾക്കും സ്കൂളിൽ എത്തിയിരുന്നില്ല. ആ വിദ്യാർത്ഥികൾ കൂടി കാണാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഈ പുൽക്കൂട് അത് മാറ്റാതെ അതേ ഭംഗിയിൽ തന്നെ ഇവിടെ ഈ അധ്യാപകരും അതുപോലെ തന്നെ സ്കൂൾ അധികൃതരും സംരക്ഷിച്ചു വന്നത്. പക്ഷേ അത്തരത്തിൽ വിദ്യാർത്ഥികളെ കാണാൻ വേണ്ടി സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരുക്കി വെച്ചിരുന്ന പുൽക്കൂടാണ് ഇപ്പോൾ ഇത്തരത്തിൽ സാമൂഹ്യ വിരുദ്ധർ അത് പുറത്തേക്ക് വലിച്ചിട്ട് നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. എന്തായാലും പോലീസ് അന്വേഷണം നടക്കട്ടെ. അഷ്കർ, എന്തായാലും